എൻ്റെ അനുഭവത്തിൽ എനിക്ക് അനുഭവമില്ല. പിന്നെ എല്ലാ മേഖലയിലും ഈ ബുദ്ധിമുട്ടുകളുണ്ട്. സ്ത്രീകൾക്ക് എവിടെയാണ് ബുദ്ധിമുട്ടില്ലാത്തൊരു മേഖല? നിങ്ങൾ തന്നെ പറ. എല്ലായിടത്തും നിങ്ങളുടെ മേഖലയിലില്ലേ? ഉണ്ട്. പിന്നെ ആരും അങ്ങനെ പുറത്ത് പറയുന്നില്ല. അപ്പം സിനിമയാകുന്നതെന്ന് വെച്ചാൽ അതിന് കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്നു. അപ്പം സിനിമാക്കാരെ കുറിച്ച് ആൾക്കാർക്ക് എന്തറിഞ്ഞാലും അത് വായിക്കാനും ഒക്കെ ഒരു രസമാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് കൂടുതലായിട്ട് പറയും. നിലവിൽ നേരത്തെയും സിനിമാ മേഖലയിൽ നിന്നുള്ള ആരോപണങ്ങൾക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച ഒരാളാണ് താങ്കൾ. ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോഴും പല കോണുകളിൽ നിന്ന് വിമർശനം വരുന്നു. അപ്പോൾ ഒരു മുതിർന്ന ആളെന്ന നിലയിൽ ഇത്തരത്തിലുള്ളൊരു പ്രതികരണമാണോ? ഒരു മുൻ അനുഭവങ്ങളെല്ലാം നടത്തിന് മുന്നിൽ ഉണ്ടാകുമല്ലോ. എന്നെ സംബന്ധിച്ചോളം ഞാൻ വരുന്ന സമയത്ത് ഒരു 10-9 പേരൊക്കെയുള്ള അഭിനയിക്കാൻ. അപ്പം ഞങ്ങളെല്ലാവരും മസ്റ്റായിരുന്നു. അന്നും 100-120 സിനിമകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കതവിത്തട്ടലോ ഇങ്ങനെയുള്ള അനുഭവങ്ങളോ ഞങ്ങൾക്കില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് പെൺകുട്ടികൾ ഈ ഫീൽഡിലോട്ട് വരുന്നുണ്ട്. 10-600 പേര് സംഘടനയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അഭിനയിക്കാൻ അവർക്കൊക്കെയുള്ള അവസരങ്ങൾ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം മേഖലയിലുള്ള പോലെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഈ പെൺകുട്ടികൾക്ക് ഒരു ധൈര്യമില്ല. ഒരു കാര്യം തുറന്ന് പറയാൻ. അങ്ങനെ ഒരാൾ ഉപദ്രവിക്കാനോ എന്തെങ്കിലും ചെന്നാൽ അവർ തുറന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അവർ പരാതി കൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ അവരാരും പറയത്തില്ലല്ലോ. അങ്ങനെ ആരും അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നതാണ് ഈ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ. ഏത് പവർ ഗ്രൂപ്പാണെന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ അതെ 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 അല്ല, അവരുടെ അനുവാദമില്ലാതെ നമുക്കെങ്ങനെ പറയാൻ പറ്റും? അവരല്ലേ അത് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ കോടതിയിൽ പോയി എന്നെ ഒരാളിങ്ങനെ പീഡിപ്പിക്കാമെന്ന് പറഞ്ഞാൽ കോടതിക്ക് എന്താ വേണ്ടത്? തെളിവ് വേണ്ടേ? അപ്പോൾ ആ തെളിവോടുകൂടി തീർച്ചയായിട്ടും ഗവൺമെൻറ് മുമ്പിൽ ചെന്നാലും കോടതിന് മുമ്പിൽ ചെന്നാലും അവരും ആ കേസ് എടുക്കും. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അതിനുള്ള ധൈര്യമില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണെങ്കിൽ സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരു വ്യവസായമാണ്, ഒരു കൂട്ടായ്മയാണ്. അപ്പം ഇതിൽ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഈ സിനിമയിൽ കൂടെ വന്ന ഒരു വ്യക്തിയാണ്. സിനിമയിൽ കൂടെ പ്രശസ്തയായ, അങ്ങനെയാണ് 10 പേരെന്നെ അറിയുന്നത്. ഇപ്പോൾ വരുന്ന പെൺകുട്ടികൾക്ക് പെട്ടെന്നൊരു പ്രസിദ്ധയാവാൻ വേണ്ടിയിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുക, ഒരു മുഖം കാണിക്കുക, ഇപ്പം ഈ ചാനലുകളിൽ കൂടെ വരുന്നു. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഒരുപാട് പേര് ഈ പെൺകുട്ടികൾ ഈ മേഖലയിൽ വരുന്നത്. എൻ്റെയൊക്കെ കാലത്ത് ആരും വരില്ല അഭിനയിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് തള്ളിച്ചുകളും പരിപാടികളൊക്കെ വരുമ്പോൾ ചിലർ ചൂഷണം ചെയ്തെന്നിരിക്കാം. തുല്യ വേതനം ഒരിക്കലും നടക്കില്ല. അതങ്ങനെ നടക്കും? എപ്പോഴും പുരുഷനല്ലേ ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പറയും, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ട സിനിമയിലൊക്കെ പുരുഷന്മാർക്ക് പ്രാധാന്യമുള്ള സ്ത്രീകളില്ല അതിനകത്ത്. സ്ത്രീകൾ വേണ്ട. സ്ത്രീകളില്ലാതെ തന്നെ പടം കാണുന്നെല്ലാവരും. പിന്നെന്തിനാ സ്ത്രീകൾ? വേണ്ട. സ്ത്രീകൾ ഇല്ലാതെ തന്നെ പടങ്ങൾ ഓടുന്നു. അപ്പോൾ പിന്നെ എന്തിനാ സ്ത്രീകൾ? അപ്പോൾ പിന്നെ എന്തിനാ? ഇപ്പോൾ അച്ഛനും അമ്മയും തന്നെ ഉണ്ടോ? അല്ല, സ്ത്രീകൾ വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സിനിമകൾ ഓടില്ല ഒരു ധാരണയുണ്ടായിരുന്നു. ഇപ്പോൾ തെളിയിച്ചു അങ്ങനെ സ്ത്രീകളില്ലാതെ, നായികമാരില്ലാതെയും പടങ്ങൾ ഓടുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മലയാള സിനിമയിൽ അച്ഛനും അമ്മയും തന്നെ ഇപ്പോൾ വേണ്ട. ഒരുപാട് ഇപ്പോൾ നമ്മൾ കുറേ സിനിമകൾ കാണുന്നതല്ല, ഞാൻ കാണുമ്പോൾ എല്ലാം സ്ത്രീകൾ കുറവാണ്. അവിടെയൊക്കെ ഒരു സീൻ 2 സീന് അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ശരിയാണ്, അവരും അമ്മയും കൂടെ എൻ്റെ റൂമിൽ വന്ന് പിന്നെ അന്ന് രാത്രി മുഴുവൻ താമസിച്ചു. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെന്നാൽ പരാതി കൊടുക്കാൻ. അവർ തയ്യാറല്ല, ഞങ്ങൾക്ക് സിനിമ വേണ്ടെന്ന് പറയും. അങ്ങനെ പോയി.
ഇത് അവിടെയൊക്കെ ചില ചെറിയ സംഭവങ്ങളൊക്കെ ഇപ്പം ഞാനൊരു കാര്യം ചോട്ടെ, ഈ കമ്മീഷൻ വന്നതിന് ശേഷമല്ലേ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നെ പീഡിപ്പിച്ചു, ആര് പീഡിപ്പിച്ചു, എവിടെ? നിങ്ങളൊരു തെളിവ് കൊടുക്ക്. അതിനൊന്നും ഇപ്പോൾ ചുമ്മാ ഒരാളിപ്പോൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞാൽ ആരെ, എന്ത്, എവിടുന്ന്, അതൊക്കെ ചോദിക്കില്ലേ ഒരു കോടതി കേസുമായിട്ട് ചെല്ലുമ്പോൾ? അപ്പോൾ ആരോപണം ഉന്നയിക്കുന്നവർ തെളിവുമായിട്ട് വന്നു. തെളിവുമായിട്ട് വേണമല്ലോ. കോടതിയിലൊരു കേസുമായിട്ട് ചെല്ലുമ്പോൾ എങ്ങനെയാണ് തെളിവുണ്ടോയെന്നല്ലേ ചോദിക്കുക ആദ്യം? തീർച്ചയായിട്ടും. അല്ല അവരുമായിട്ട് സംസാരിച്ചതോ ഫോണിൽ റെക്കോർഡ് ചെയ്തോ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? ചുമ്മാ ഒരു സിനിമാ ഫീൽഡിനെ കംപ്ലീറ്റ് അങ്ങ് മോശമായിട്ട് ചിത്രീകരിക്കുന്നത് തെറ്റാണ്. ഇതിൽ കുറേ നല്ലവരുമുണ്ട്, കുറച്ച് ചീത്ത ആൾക്കാരുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രമുഖ കഴിഞ്ഞ ദിവസം ഒരു ബംഗാൾ നടി തന്നെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ അധ്യക്ഷനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതെ. നിലവിൽ അല്ല ആരോപണത്തെ എങ്ങനെയാണ്? അല്ല ഞാനും ചോദിക്കട്ടെ, അത് 2009 നടന്ന ഒരു സംഭവം. അത് ഇത്ര നാൾ ഈ നടി എവിടെ പോയിരുന്നു? ഇത്ര നാൾ എന്തിനു കാത്തിരുന്നു? അപ്പോൾ ഇങ്ങനൊരു അതെ ആ കമ്മീഷൻ വന്നോണ്ട് നേരത്തെ ആകാമായിരുന്നില്ല ഞാൻ ചോദിക്കുന്നത്. അതെ, അവർ വേറെ വല്ല ജോലിക്ക് പോകും, സിനിമയിൽ തന്നെ വരണമെന്ന് ഇത്ര തീരുമാനം എന്തുവാ? ആ അപ്പോൾ പിന്നെ അതെ ഈ കമ്മീഷൻ ഞാൻ ചോദിക്കുന്നത്, ഈ കമ്മീഷൻ വരാൻ വരെ കാത്തിരുന്ന് എന്തിനാ? ഇവിടെ ഇപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യുന്ന 8-9 വർഷം മുമ്പ് നടന്ന സംഭവങ്ങളാണ്. ഇത്രയും മുമ്പ് നടന്ന സംഭവങ്ങൾ ഇല്ലായിരുന്നു. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ ഈ പ്രതികരിച്ചവർക്ക് എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുള്ള എന്താ തെളിവ്? ചുമ്മാ ഇപ്പോൾ ഈ ഒരു കമ്മീഷൻ വന്ന് പറഞ്ഞ് എല്ലാവരും അതെ അതൊരു രഹസ്യമൊഴി. അതിപ്പോൾ ഒരു കമ്മീഷൻ വന്നപ്പോൾ രഹസ്യമൊഴിയായിട്ട് പോയല്ലേ? അവർക്ക് തെളിവുകളോ മറ്റോ പറിച്ചുകൊണ്ടെങ്കിൽ അത് കോടതി പോട്ടെ, അല്ലെങ്കിൽ പിന്നെ മന്ത്രിസഭയിൽ അറിയിക്കുക, അങ്ങനെ ചെയ്യട്ടെ. അതിന് ഇപ്പോഴും ധൈര്യമില്ല. ഇത് ചുമ്മാ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഡെയിലി ഒരു 10-25 പേരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പീഡനം പീഡനം പീഡനം. എന്തോ അതെ 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 എനിക്കിപ്പോൾ എൻ്റെ നേരെ അങ്ങനെ ഒരു ആരോപണം ഞാൻ തീർച്ചയായിട്ടും ഞാൻ അതിൽ നിന്ന് മാറി നിന്നിട്ട് ശരി നടക്കട്ടെ, അങ്ങനെ ഒരു ഇതാണെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവന്ന് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ മാറി നിൽക്കുന്നു. ഇപ്പോൾ എനിക്കിപ്പം അദ്ദേഹത്തെ അറിയാം, എൻ്റെ അടുക്കുള്ള പെരുമാറ്റം മാത്രമേ എനിക്ക് അറിയാനൊക്കത്തുള്ളൂ. എൻ്റെ അടുക്ക് അദ്ദേഹം വളരെ നന്നായിട്ട് പെരുമാറി. ഇനി മറ്റുള്ള സ്ഥലത്ത് എന്താണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. പക്ഷേ ആരോപണം നേരിട്ടാൽ ഈ ചലച്ചിത്ര മേഖലയിൽ നിന്നാണെങ്കിൽ പോലും ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആരോപണം നേരിടുകയാണെങ്കിൽ മാറി നിൽക്കുന്നതല്ലേ ആ ചലച്ചിത്ര മേഖലയ്ക്ക് ഒന്നാകെ ഗുണം ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതെ. അദ്ദേഹം മാറി നിന്നിട്ട് വേണം ഇതിനെ അന്വേഷിക്കാൻ പറയേണ്ടത്, അതിലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇതാണ് കേട്ടോ, എനിക്കത് പറയാനൊക്കത്തില്ല. ചലച്ചിത്ര മേഖലയിൽ ഉള്ളതാണ് എന്ന് പറയുന്നുണ്ടോ, അതോ ഈ റിപ്പോർട്ട് ഇപ്പോൾ ആരൊക്കെ പറയുന്ന പോലെ ട്രെയിൻ ചെയ്ത ആളുകൾ വന്ന് മൊഴി നൽകി എന്നൊക്കെ പറയുന്നു? ഇപ്പോൾ മാമിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ, അതോ കുറേയൊക്കെ സത്യമാണ് ബാക്കിയെല്ലാം കള്ളമാണ്, അങ്ങനെയാണ്? നമുക്കിപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? അത് അവർ കുറച്ച് പേരിരുന്ന് തീരുമാനിച്ച് അവരൊക്കെ അല്ലേ പോയി പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കൊന്നും പറയാനൊന്നും ഒക്കത്തില്ല. പിന്നെ ആരോ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുന്നത് എന്താ പറയുന്നത് എല്ലാവരുടെയും ഓരോ സ്വപ്നമാണ്. പിന്നെ ചിലർ ഇതിൽ വിജയിക്കുന്നു, ചിലർ തല എഴുതുന്നു, നല്ലതാവുന്നു, ഉയരത്തിൽ പോകുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാളെ പറ്റി ഒരു ഉയരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഗോസിപ്പ് വന്നാൽ പിന്നെ ഒരു ഭയങ്കര ഗോസിപ്പായി, എല്ലാവരും അതിനെപ്പറ്റി അതിൻ്റെ പുറകെയായി. അതുകൊണ്ട് ഞാൻ ഈ സിനിമാ മേഖലയെ ഒരു തരത്തിലും പിന്നെ ഒരു കൂടുതലായിട്ട് അതിനെ ആക്ഷേപിച്ച് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം എനിക്ക് അങ്ങനെയുള്ള ചീത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. കുറച്ച് നല്ല ചീത്ത അനുഭവങ്ങൾ മറ്റുള്ളവർക്കുണ്ടായി കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെയുള്ളവർ ധൈര്യമായിട്ട് അതിന് പിന്നെ പരാതി കൊടുത്ത് അങ്ങനെ തെളിവ് സഹിതം പരാതി കൊടുക്കുക. ഞാൻ പറയുന്നത് എന്താ പറയുന്നത് വെച്ചാൽ ഈ കുട്ടികൾക്ക് ആർക്കും ഒരു ധൈര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരാൾ ചൂഷണം ചെയ്ത് കഴിഞ്ഞ് മിണ്ടാതിരുന്നാൽ ഇവരെ തിരിച്ചിനി സിനിമയിൽ വിളിക്കുന്ന ഉറപ്പുണ്ടോ? ഉറപ്പില്ല. അപ്പം ഇങ്ങനെ ചെയ്താലും ചെയ്തില്ലെങ്കിലും സിനിമയിൽ വരുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. പിന്നെന്തിനാ അവർ പേടിക്കുന്നേ? അതെ, തീർച്ചയായിട്ടും അതെ. പിന്നെ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? നമുക്കിവിടെ ഒരുപാട്, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ സീരിയൽ രംഗത്ത് ഒരു നടിക്ക് വന്നിട്ട്
പിന്നെ സീരിയലൊന്നുമില്ല, ജീവിക്കാൻ പറ്റിയ മാർഗ്ഗമില്ലാതെ അവർ നെയ്യാറ്റിൻകര തട്ടുദോശ വിറ്റുകൊണ്ടിരുന്നു. അവരവർ സുഖമായിട്ട് പറയാം അവരുടെ കടങ്ങളൊക്കെ തീർത്തെന്ന്. അതിനുള്ള ഒരു ധൈര്യം ആ സ്ത്രീക്ക് തോന്നിയില്ലേ? അപ്പം നമ്മൾ ഈ മേഖല മാത്രമല്ല, സ്ത്രീകൾ പറ്റിയ പല മേഖലയുണ്ട്. ഇതില്ലെങ്കിൽ വേണ്ട പോ. നിലവിൽ ആൽമ പ്രസിഡന്റിനെതിരെയും ആരോപണം വന്നിട്ടുണ്ട്. ആൽമ പ്രസിഡന്റിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെ പലരും രംഗത്ത് വന്നിട്ടുണ്ട്. അതെ, പലരുടെയും ചാൻസുകൾ നിഷേധിക്കുകയാണെന്നുള്ളൊരു സാഹചര്യം. അങ്ങനെ എന്തെങ്കിലും എനിക്ക് പലരുടെയും ചാൻസുകൾ, എൻ്റെ ചാൻസ് ഒന്നും നിഷേധിച്ചിട്ടില്ല. എനിക്കതല്ലേ പറയാനൊക്കത്തുള്ളൂ. ഇടനിലയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പം 2000 രൂപ 1000 രൂപ പറയുമ്പോൾ അതിൻ്റെ ഒരു കമ്മീഷൻ എടുക്കുന്നവരൊക്കെ ഉണ്ട്. അവരാണല്ലോ ഇവരെ ഈ സിനിമയിലോട്ട് കൊണ്ടുവരുന്നത്. അതൊക്കെയുണ്ട്. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ അത് വളരെ അത്യാവശ്യമാണ്.